കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് വളരെ ക്രൂരമായ രീതിയിലാണ് ഈ യുവതികൾ പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലർ പറഞ്ഞു പെൺകുട്ടികൾ പോയിട്ടല്ലേ എന്നൊക്കെ. പക്ഷേ പ്രേമം നടിച്ച് വശത്താക്കുക, അവസാനം കല്യാണം കഴിക്കണമെങ്കിൽ ഗർഭിണിയാവണമെന്ന് പറയുക, ഗർഭിണിയായാൽ തികച്ചും പ്രാകൃതമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക, ഇതൊക്കെ അക്ഷന്തവ്യമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. നമ്മുടെ യുവതലമുറ ഇങ്ങനെയായി മാറിയാൽ ഈ സമൂഹം എന്തായി മാറും എന്ന് നമ്മൾ കാണണം. പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു വലിയ നേതാവായിട്ട് രാഹുൽ വളർന്നു വന്നിരുന്നല്ലോ. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസ്സിന് തന്നെ പരാതി കൊടുത്തിട്ടും പെൺകുട്ടികൾ കൊടുത്തിട്ടും തുടക്കത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സംഭവം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ അത് പോരല്ലോ. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വാങ്ങി അസംബ്ലിയിൽ വന്ന ആളാണ് ഇത്രയും മോശമായ രീതിയിൽ പെൺകുട്ടികളോട് പെരുമാറിയിട്ടുള്ള ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരാളെ അവരോട് അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണ്ടേ നിയമസഭയിൽ നിന്ന്? അത് പിന്നെ അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്, അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വല്ലാതെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികൾ പരാതി കൊടുക്കുന്നത് തടയാൻ ശ്രമിച്ചു എന്നാണ്. ഇപ്പോൾ ഒരു കുട്ടി പരാതി കൊടുത്തപ്പോഴാണ് മറ്റ് പെൺകുട്ടികളും അതുപോലെ തന്നെ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. അവരെല്ലാം നല്ല ഭയത്തിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിയെക്കുറിച്ച് നല്ല അന്വേഷണം നടത്തി തെളിവുകളാണല്ലോ എല്ലാറ്റിനും അടിസ്ഥാനം. ആ തെളിവുകളനുസരിച്ച് കുറ്റകൃത്യത്തിൽ രാഹുൽ എത്രമാത്രം വ്യാപൃതനാണോ അത്രയും ശിക്ഷ അയാൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അത് മറ്റു ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാധാരണയായിട്ട് നിയമപരമായി പരിശോധിക്കുമ്പോൾ കോടതി ശിക്ഷിച്ചാൽ രാജിവെക്കണം എന്നാണ് പറയുക. പക്ഷേ ഇത് വളരെ വളരെ പ്രാകൃതമായിട്ടുള്ളൊരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ധാർമ്മികമായി രാജിവെക്കുന്നതാണ് ശരി. പക്ഷേ അതിനാവശ്യപ്പെടേണ്ടത് അവരുടെ പാർട്ടിയാണ്.